പുതുവർഷമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? പഴയ അസുഖം ഇങ്ങനെ തന്നെ എഴുന്നേറ്റില്ലാതെ രാവിലെ എണീച്ച് ഓടാൻ പോയാല എന്തിനാ പറയണ? ഒരു മാറ്റാവട്ടെ. ഓടാൻ പോണത് രാവിലെ മെനക്കെട്ട് വെച്ച് പോണോടെ. എനിക്കൊന്നും ഇങ്ങനെ മടി പിടിച്ചിരുന്നാലേ ബംബിളി മാസം പോലെ ഉരുണ്ട് കയറും. പണ്ട് വൈക്കോലിനെ കണക്ക് ഇരുന്ന നീയാണ് ഇപ്പൊ ബംബിളി മാസം പോലെ ഉരുണ്ട് കയറിയാണ്. വെട്ടി മുറിക്കട്ടാ എന്നെ. ആടേ, പിന്നെ അതെന്തിനാ അരിച്ചാക്ക? രാവിലെ ഇറങ്ങിയാണ് ചാക്ക് ബാൻഡ് ഇട്ടുകൊണ്ട്. അത് വിട് നാളെ തൊട്ട് ഓടാൻ വരണ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. വല്ല മാറ്റമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓടണം രാവിലെ എണീച്ച്. പറഞ്ഞ നീ നിന്റെ അമ്മ അച്ഛനെ വിളിച്ചോണ്ട് ഓടണം. അങ്ങനെ രാവിലെ ഒരു പണിയില്ലായിരിക്കും. പിന്നെ ഈ മേലെങ്ങനത്തെ ജോലി വാങ്ങിച്ചിട്ടാ നിനക്ക്? എന്നാ പോവോ നീ? മേലെങ്ങത്തെ നീ ഒന്നും വാങ്ങിച്ചു ഞാൻ പോ. നീ താങ്ങും. എല്ലാരും ഇങ്ങനെ താങ്ങിയില്ലേ? പോ. അപ്പൊ നല്ലതായിരിക്കും. നിനക്ക് ഞാൻ ഒരു ജോലി വാങ്ങിച്ചു 10,000 മണ്ടയിലോട്ടുള്ള ജോലിയാണെങ്കിൽ ഞാൻ പോവാ. പറ. അതൊക്കെ മേലെ, പക്ഷെ രാത്രി പോണം. എന്റെ അമ്മാച്ചൻ വീട്ടിൽ ഉണ്ടല്ലോ. കൊറേ നേരമായില്ലോ നീ അമ്മയപ്പനെ വിളിച്ചു കളിക്കണാടാ. നീ നിർത്തിക്കോ. നീ കൊറേ നേരമായി. ഞാനൊരു നല്ലൊരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് ജോലി തപ്പി അടുത്ത മാസം ജോലി തെറ്റാവും. എവിടെയെങ്കിലും ജോലി ആയിട്ട് പകുതി പൈസയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതോ ആ കട എടുത്താല. എടാ, അങ്ങനെയുള്ളത് പ്ലാൻ ചെയ്യാനല്ലേ വവ്വാലിനുണ്ടാവനെ നിന്നെ ഞാൻ വിളിച്ചത്. നമ്മളെ വട്ടവിളക്ക് ഒരു കുറവുണ്ട്. എന്തേ? ജ്യൂസ് കടയില്ല. ഇനി നമുക്ക് ജ്യൂസ് ഇട്ടാരാ? ഇടാ, അതാണ് ഞാൻ പറഞ്ഞ. നമ്മൾ ഒരുത്തേയും വെയിലത്തൂടെ നടന്നു പോയാൽ ഇവിടെ ജ്യൂസ് കൊടുക്കുക ഒരു കട പോലും ഇല്ല. നീ പൈസ സമ്പാദിച്ചൊരു ജ്യൂസ് കടയിൽ ഞാൻ വന്ന അവിടെ രാത്രി ഒരു പണി പറഞ്ഞല്ല, നീ അതിന് പോയാ മതി. വിട് എല്ലാം രാവിലെ നിനക്ക് ഓടാനും വയ്യ, ജോലിക്ക് പോവാനും വയ്യ. നീ കൂട്ടിനാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ എനിക്ക് കൂട്ടിന് ആളില്ല, ഞാൻ പിന്നെ എന്തിനു ജോലിക്ക് പോവാ? എന്റെ അച്ഛൻ വീട്ടിൽ ഉണ്ട്, അങ്ങനെ വയ്ക്കുള്ളൂ. എനിക്ക് ജോലിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര മടിയല്ലേ. അത് തന്നെ ഞാനും പറഞ്ഞ. കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി ഉള്ള മടി പോവും. വലിയ അച്ഛനുണ്ട്, എന്നെ നോക്കിക്കോളും. 10-20 വയസ്സ് വരെ എന്നെ നോക്കാന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കും. എന്തിനു നാണമില്ലാത്തവരാണ്.